coefficients. Okay, linear differential equations of higher order with constant coefficients. So this is the most important class of differential equation which most of the engineering systems we will see. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ സൊല്യൂഷൻ എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ജനറലി അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടുള്ളൂ. സോ d raised to n y by dx raised to n plus I'll write a constant times k1 into d n minus 1 y by dx raised to n minus 1. അപ്പോൾ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെ n ടേംസ് ഉണ്ടെന്ന് വെച്ചോളൂ. സോ kn into y is equal to f of x. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം ഡെറിവേറ്റീവ് ടേംസും ഓരോ കോൺസ്റ്റൻസും. ദിസ് കോൺസ്റ്റന്റ് ഐ എം പുട്ടിങ് ഇറ്റ് ആസ് 1, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1 ആക്കാലോ നമുക്ക്. എല്ലാത്തിനും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ബിക്കോസ് ഓൾ ദീസ് ആർ കോൺസ്റ്റൻസ്, ഓൾ ദീസ് വാല്യൂസ് ആർ കോൺസ്റ്റൻസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് റൈറ്റ് സൈഡ് ഇസ് ആക്ച്വലി എഫ് ഓഫ് എക്സ്. ഓക്കെ, റൈറ്റ് സൈഡ് ഇസ് ആക്ച്വലി എഫ് ഓഫ് എക്സ്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം നമ്മൾ ആക്ച്വലി രണ്ട് പാർട്ട് ഓഫ് സൊല്യൂഷൻ കാണും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യു ഹാവ് ആക്ച്വലി ടു പാർട്ട് ഫോർ ദ സൊല്യൂഷൻ. ആൻഡ് ആസ് യൂഷ്വൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് പാർട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എപ്പോഴും ഒറിജിനൽ സൊല്യൂഷൻ ആയിട്ട് വരും അല്ലെ. അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എഴുതുമ്പോൾ അതിന്റെ രണ്ടിന്റെയും സമ്മാണ് നമ്മൾ എഴുതാറ് സാധാരണ. സോ ഫസ്റ്റ് തിങ് വാട്ട് യു ഡു ഇസ് യു ആക്ച്വലി പുട്ട് ദ എഫ് ഓഫ് എക്സ് സൈഡ് ഇസ് ഈക്വൽ ടു 0. ഇതിനൊരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ നമ്മള് സ്പ്രിംഗ് മാസ് സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഒരു സ്പ്രിംഗ് ഉണ്ട്, റൈറ്റ്, ഒരു മാസ് ഉണ്ട്. ഓക്കെ, ഈ മാസ് ഇതിൽ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ നാച്ചുറലി ദർ വിൽ ബി എൻ ഇലാങ്ങേഷൻ, ബട്ട് ദാറ്റ് വിൽ ബി ക്യാൻസൽഡ് ഔട്ട് ബൈ ഈ mg എന്ന് പറയുന്ന വെയിറ്റിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് യു വിൽ ഹാവ് k ടൈംസ് y. അപ്പൊ അത് ക്യാൻസൽഡ് ഔട്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇനീഷ്യലി ലെറ്റ് us say it is at rest. ഓക്കെ, ഇനി ഇവിടേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു താഴേക്ക് ഒരു ഫോഴ്സ് എഫ് കൊടുത്താൽ നാച്ചുറലി ഇങ്ങോട്ട് സ്പ്രിങ് താഴും. അപ്പം മൈനസ് കെ ടൈംസ് വൈ ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഈ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് വൈ ആണെങ്കിൽ മൈനസ് കെ ടൈംസ് വൈ ആയിരിക്കും മുകളിലേക്കുള്ള ഫോഴ്സ്. അപ്പൊ എനിക്കറിയാം ഈ നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് മാസ് ഇസ് ആക്ച്വലി എഫ് മൈനസ് കെ ടൈംസ് വൈ. ഓക്കെ, so that is actually equal to mass into acceleration. Net force on a body will be mass into acceleration അല്ലെ. അപ്പൊ നമുക്ക് m into acceleration is second order derivative of displacement, right? So m into d square y by dt square plus k times y is equal to f എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ഈ പറഞ്ഞ ക്ലാസ്സിൽ പെട്ട ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ കോൺസ്റ്റന്റ് ആണ്, അതിൽ കൊളുത്തിട്ടിരിക്കുന്ന മാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. അത് എത്രയാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. സോ ദിസ് ഇസ് ഓൾവേസ് ഇൻപുട്ട്. ഓക്കെ, സോ എഫ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എച്ച്. ഇവിടെ ടി ആയിരിക്കും, സോറി ഞാൻ എച്ച് അല്ല കേട്ടോ, സോറി, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ്. കാരണം ആക്സലറേഷൻ ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എച്ച്, റൈറ്റ്. സോ എഫ് ഓഫ് ടി ഇൻപുട്ട് ആണ് ഈ ഫംഗ്ഷൻ, ഈ ഫോഴ്സ് ഇൻപുട്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ഫോഴ്സ് ഇൻപുട്ട് ആവുമ്പോൾ ഇങ്ങനെ, ഇതാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഡു നോട്ട് അപ്ലൈ എനി ഫോഴ്സ്, വാട്ട് ഹാപ്പൻസ്? ഇഫ് ഐ ഡു നോട്ട് അപ്ലൈ എനി ഫോഴ്സ്, ഐ ക്യാൻ പുട്ട് ദിസ് ഇസ് ഈക്വൽ ടു 0. കറക്റ്റ്, ഐ ക്യാൻ പുട്ട് ദിസ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ ഒരു പേര് വിളിക്കും. ദാറ്റ് ഇസ് കോൾഡ് ആസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയും. See, this complementary function is very, very important because that is actually the natural response of any system. Okay, അതാണ് ഇതിന്റെ നാച്ചുറൽ റെസ്പോൺസ്. ഈ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ ഈ മാസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന് പകരം സപ്പോസ് ഐ ഹാവ് എ പെൻഡുലം. ഓക്കെ, പെൻഡുലം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പൊസിഷനിലാണെങ്കിൽ, ഇഫ് ദിസ് ഇസ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ, അതായത് ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നുമില്ലെങ്കിൽ, അറ്റ് റെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ദർ ഇസ് നോ മോഷൻ അറ്റ് ഓൾ. ആ സമയത്ത് ഇതിന്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് നത്തിങ് ടു ഷോ ബിക്കോസ് ദ ആൻസർ വിൽ ബി ഓൾവേസ് 0. ഇറ്റ് വിൽ നോട്ട് മൂവ്. ബട്ട് ഇഫ് ഐ സ്റ്റാർട്ട് ഒബ്സർവിംഗ് ദിസ് പെൻഡുലം ഫ്രം ദിസ് പൊസിഷൻ, ഓക്കെ, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ഉണ്ട് ഇതിൽ. എന്താണ് നാച്ചുറൽ ഫിനോമിനൻ? നിങ്ങൾക്കറിയാം പെൻഡുലം എന്താ ചെയ്യാന്നുള്ളത്. പെൻഡുലം വിൽ
oscillate for infinite time if there is no air resistance. എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡാമ്പിംഗ് ടേം, ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ടേം എടുത്തിട്ടില്ല കേട്ടോ, ഇവിടെ ഫ്രിക്ഷണൽ ടേം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ dy/dx ടേം വരാത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ m×d²y/dx² കൂടാതെ പ്ലസ് b×dy/dx പ്ലസ് k×y ഈക്വൽ ടു f എന്നാണ് ജനറലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ ഒരു ടേം ഉണ്ട്, ഇത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഡാമ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എലമെന്റ് ആണ് ഈ മിഡിൽ ടേം. അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. അതില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ച്വലി, ഹൗ ലോങ് വിൽ ദ സ്പ്രിംഗ് ഓർ പെൻഡുലം വിൽ ഓസിലേറ്റ് ഇഫ് ദർ ഇസ് നോ ഡാമ്പിംഗ് അറ്റ് ഓൾ? എപ്പോഴാണ് ഇതിന്റെ ഓസിലേഷൻ നിൽക്കുക? ഡാമ്പിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ വിൽ ഇറ്റ് എവർ സ്റ്റോപ്പ്? അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻഫൈനൈറ്റ്. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഓസിലേറ്റ്. അപ്പൊ ആ ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഓസിലേറ്റ്. ഓക്കെ, നൗ if there is a damping factor, it will come to rest again. Okay, so ഇതിന്റെ നാച്ചുറൽ ഫിനോമിനൻ അല്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റംസിന് ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. എന്ത്? അതിന്റെ ഒരു നാച്ചുറൽ ബിഹേവിയർ. ആ നാച്ചുറൽ ബിഹേവിയർ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് 0 കൊടുത്തിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ, ഇനി ഒരു സൊല്യൂഷനും കൂടി ഇതിന് പോസിബിൾ ആണ്. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് ഐ കൺസിസ്റ്റന്റ്ലി സ്ട്രെച്ച് ദിസ് സ്പ്രിംഗ്. ഞാൻ ഈ സ്പ്രിംഗ് വലിച്ചു പിടിക്കാന്ന് വെച്ചോളൂ. ഈ സ്പ്രിംഗ് വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് ഓസിലേറ്റ് ചെയ്യോ? ഇഫ് ഐ കൺസിസ്റ്റന്റ്ലി അപ്ലൈ എ ഫോഴ്സ് ആൻഡ് സ്ട്രെച്ച് ഇറ്റ് ടു എ പെർട്ടിക്കുലർ വാല്യൂ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ഓസിലേറ്റ് ചെയ്യോ? വിൽ ഇറ്റ് ഓസിലേറ്റ് അഗെയിൻ? നിങ്ങളിപ്പോ ഒരു സ്പ്രിംഗ് വലിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇസ് ഇറ്റ് ഗോയിങ് ടു ഓസിലേറ്റ്? വലിച്ചിട്ട് വിട്ടാലേ അത് ഓസിലേറ്റ് ചെയ്യുള്ളൂ, ശരിയല്ലേ? റൈറ്റ്? യാ. So it will not oscillate, it will give another solution. കാരണം അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ നേച്ചർ, അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ നാച്ചുറൽ ബിഹേവിയർ അല്ല നിങ്ങൾ കാണുന്നത്, അല്ലെ? സ്പ്രിംഗിന്റെ നാച്ചുറൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യലാണ്. പക്ഷെ നമ്മൾ അത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. അവിടെ നമ്മൾ കാണുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ റെസ്പോൺസ് ആണ് കാണുന്നത്. ഓക്കെ, സോ ആ പർട്ടിക്കുലർ സംഭവത്തിനെയാണ് നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, so you have heard about these terms, but ഇതിന്റെ റെലവൻസ് ഇതാണ്. ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തില് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, യു ഓൾവേസ് മാപ്പ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആസ് നാച്ചുറൽ റെസ്പോൺസ്. ഓക്കെ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസ് ആണ്. ആൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഓൾവേസ് ഗോയിങ് ടു ഗീവ് യു ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഓക്കെ, ഫോഴ്സ്ഡ് റെസ്പോൺസ്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഇക്വേഷൻ ഇക്വേഷനിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡ് മൂലം മാത്രം ഉണ്ടാവുന്ന സൊല്യൂഷൻ, ഒന്ന് റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് മൂലമുള്ള സൊല്യൂഷൻ. ഈ 2 സൊല്യൂഷന്റെയും റെലവൻസ് എന്താണെന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സൊല്യൂഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുക ഈ നാച്ചുറൽ റെസ്പോൺസ് പാർട്ടാണ്. നാച്ചുറൽ റെസ്പോൺസ് പാർട്ടിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓൾ ഓഫ് യു ആർ ക്ലിയർ അബൌട്ട് വാട്ട് ഇസ് മെന്റ് ബൈ? ഡു ഐ നീഡ് ടു റിപ്പീറ്റ്? ഇത് കുറച്ചൊരു ആപ്ലിക്കേഷൻ ഉള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഡു ഐ നീഡ് ടു റിപ്പീറ്റ് ദിസ്? നോ. അനുഷ സേസ് ചിത്തിര ക്ലിയർ. ഐ മീൻ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റിന് അടിച്ചോളൂ. ക്ലിയർ ആണെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ. ഓക്കെ, റൈറ്റ്, ക്ലിയർ. ഓക്കെ, സോ I think we can move forward. All of you understood the essence of these 2 terms, right? These are very, very important terms in the solution of a differential equation. Particular integral matram repeat here. Okay, I'll repeat. Okay, see, Arkangelum Divya R has raised a hand. Is it accidental? Divya, and doubt undo? Jasmine, I'll repeat. Yeah, I'll repeat. പറഞ്ഞോളൂ. സർ, സ്പ്രിംഗ് സാറും പറഞ്ഞില്ലേ, സ്പ്രിംഗ് വലിച്ചു പിടിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. അതെ. അപ്പം നമ്മൾ ഈ നാച്ചുറൽ റെസ്പോൺസ് ഉദ്ദേശിച്ചത് when there is no force applied on it, അങ്ങനെയാണോ? അല്ല, ഒന്നും കൂടെ പറഞ്ഞുതരാം. നാച്ചുറൽ റെസ്പോൺസ് എന്താ ഡൗട്ട് ചോദിച്ചത്? അല്ല, അതിനകത്ത് ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല, അത് നോർമലി ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്പ്രിംഗിന്റെ ബിഹേവിയർ വരുന്നത്? അതാണോ സർ നാച്ചുറൽ? അതെ, അതാണ് നാച്ചുറൽ റെസ്പോൺസ്. അതായത് ഇഫ് ഐ ഹാവ് എ സ്പ്രിംഗ്, ഓക്കെ,
I'll just stretch it and leave it. ഒരു ചെറിയ ഇനീഷ്യൽ ഫോഴ്സ് കൊടുത്തു എന്നിട്ട് ഞാൻ അതിന് വിട്ടു. അപ്പൊ ആക്ച്വലി it will go on oscillating, right? It will go on oscillating and it will die out. Sometimes it will go on oscillating for a long time and it will die out and it will be stationary at some point. അല്ലെ? ആ സ്റ്റേഷനറി ആയി കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിമെന്ററി ഫംഗ്ഷന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ 0 ആണ്. മനസ്സിലായോ? ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഇനീഷ്യൽ ഇമ്പൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ള ഒരു സംഭവം. അതായത് ഞാൻ പറഞ്ഞല്ലോ പെൻഡുലം, അതിനാ പറഞ്ഞത് പെൻഡുലം ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഈ പോയിന്റ് ഞാൻ വലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഓസിലേറ്റിംഗ്, റൈറ്റ്? ബട്ട് ഇഫ് ദ പെൻഡുലം ഈസ് ഇൻ സ്റ്റേഷനറി പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ അതിന്റെ നാച്ചുറൽ റെസ്പോൺസ് എന്താന്ന് നമുക്കൊന്നും അറിയില്ല. ഇനീഷ്യൽ കണ്ടീഷൻ മൂലമുണ്ടാവുന്ന റെസ്പോൺസ് ആണ് നാച്ചുറൽ റെസ്പോൺസ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ അല്ല ഇനീഷ്യൽ എനർജി സ്റ്റോർഡ് മൂലം ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ് നാച്ചുറൽ റെസ്പോൺസ്. അറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഇൻപുട്ട് മൂലം ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ് ഫോഴ്സ് റെസ്പോൺസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെ ഇതിലും ഇൻപുട്ട് കൊടുത്തില്ലേന്ന്. കറക്റ്റ്, ഇതിൽ എപ്പോഴെങ്കിലും ഇൻപുട്ട് ഒരു എനർജി കൊടുക്കാണ്ട് ഒരു സിസ്റ്റത്തിന് ഒരു റെസ്പോൺസും കിട്ടില്ലല്ലോ. മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്ന എനർജിയിലെ ബാക്കി ഉണ്ടായിരുന്ന ഭാഗത്തിന്റെ റെസ്പോൺസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ഇൻപുട്ടിന്റെ റെസ്പോൺസ് ആണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. മുന്നേ കൊടുത്ത ഒരു എനർജിയുടെ ബാക്കി ഉണ്ടായിരുന്ന ഭാഗത്തിന്റെ റെസ്പോൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതാണ് നാച്ചുറൽ റെസ്പോൺസ് ആയിട്ട് കാണുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? കൺഫ്യൂസിംഗ് ആണോ അതൊക്കെ? ഇല്ല. റൈറ്റ്. ജാസ്മിൻ, ഇസ് ഇറ്റ് ക്ലിയർ നൗ? Yeah. What about Abhirami MS? Particular integral clear ആണോ? Sir, പറഞ്ഞോളൂ. മാസ് സ്പ്രിംഗ് സിസ്റ്റം കാണിച്ചില്ലേ? അതിൽ മാസ് ഇൻടു ആക്സിലറേഷൻ. ഓക്കെ, ആ മാസ് ഇൻടു ആക്സിലറേഷൻ അത് താഴേക്ക് തന്നെയല്ലേ ആക്ട് ചെയ്യുന്നത്? മാസ് ഇൻടു ആക്സിലറേഷൻ എപ്പോഴും താഴേക്ക്. മാസ് ഇൻടു ആക്സിലറേഷൻ താഴേക്കാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതായത് നിങ്ങൾ ആക്ച്വലി ഇതെന്താന്ന് വെച്ചാൽ ഈ ആക്സിലറേഷൻ എപ്പോഴും താഴേക്കാവോന്നാണോ ചോദ്യം? അതാണോ ചോദ്യം? അത് ആവണം നിർബന്ധമില്ല. കാരണം ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിന്റെ ഈ KYനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനല്ലേ. സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്താ? ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ് വൈബ്രേഷൻ കേസ് പോലെയാണോ? കറക്റ്റ്, തസ്കീം അത് തന്നെയാണ്. തസ്കീം ഏതാ ബ്രാഞ്ച്? ഓക്കെ, ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഈ സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പ്രിങ് എപ്പോഴും ഒരേ ഡയറക്ഷനിലാണോ ഫോഴ്സ്? സ്പ്രിങ്ങിനെ അമർത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളും, വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കില്ലേ? സിവിൽ, ദാറ്റ്സ് വൈ യു ആർ ഏബിൾ ടു ഗിവ് ദിസ് ആൻസർ. വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കില്ലേ? സ്പ്രിങ്ങിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കില്ലേ? ശരിയല്ലേ? സ്പ്രിങ്ങിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറില്ലേ? ഒരു സൈഡിലേക്ക് മാത്രമാണോ അത്? അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആക്സലറേഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആക്സലറേഷൻ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ആൻസർ ആക്ച്വലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു സൈൻ വേവ് ആണ്. ഓക്കെ, സിനുസോയിഡൽ എന്ന് പറയാം. സിനുസോയിഡൽ എന്ന് പറഞ്ഞാൽ ഓസിലേറ്റിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, അത് നമ്മൾ സൊല്യൂഷൻ പറയാൻ പോകുന്നുള്ളൂ. ഞാൻ ഇതിന്റെ എഞ്ചിനീയറിംഗ് സൈഡ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, നൗ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു ഹാവ് കം ടു കൺക്ലൂഷൻ, റൈറ്റ്? സോ can I move forward? Yeah, okay. Right. ഇനി നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്ററി ഫങ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഭാഗത്തിലോട്ട് നമ്മൾ കടക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ്? സപ്പോസ് ഐ ഹാവ് dy/dx ഈക്വൽ ടു y. അങ്ങനെയാണെങ്കിൽ if I have anything like this, then always y is equal to c1 e to the power x is going to be a solution. ശരിയല്ലേ? c1 e to the power x is going to be a solution. ശരിയാണോ? കറക്റ്റ്. ഇനി സപ്പോസ് ഐ ഹാവ് dy/dx ഈക്വൽ ടു 3y ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് y ഈക്വൽ ടു എന്തായിരിക്കും സൊല്യൂഷൻ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? y is equal to എന്തായിരിക്കും സൊല്യൂഷൻ? എവിടെയാണ് മാറ്റം വരിക? c1 e raised to x എവിടെയാണ് മാറ്റം വരിക? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3 ടൈംസ് ആവുന്നുണ്ടെങ്കിൽ ഈ എക്സ്പോണന്റിന്റെ പവറിൽ 3 ടൈംസ് x ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ശരിയല്ലേ? അപ്പൊ എനിക്ക് c1 into e to the power 3x അതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞോളെ. യാ, കാരണം if you take derivative dy/dx, then naturally you will get c1 into 3 into e to the power 3x എന്ന് എഴുതാം. ഓക്കെ, യാ, e to the power 3x എന്ന് എഴുതാം. അപ്പൊ this is nothing but 3 times y. ഓക്കെ, അപ്പം ഈ കോൺസ്റ്റന്റ് വരുന്നത്
ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം ഒരു കോൺസ്റ്റന്റ് പുറത്തേക്ക് വന്ന് എക്സ്പോണന്റിന്റെ പവറിലുള്ള വാല്യൂ ആണ്. ശരിയാണോ? ഇനി ഞാൻ ജസ്റ്റ് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഈ കോൺസ്റ്റന്റ് ഇപ്പൊ e⁻mx ആണ് എന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചോളൂ. e⁻mx ആണ് എന്റെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ m×e⁻mx വരും അല്ലേ? പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ m²×e⁻mx വരും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സപ്പോസ് ഐ ഹാവ് d²y/dx² പ്ലസ് dy/dx പ്ലസ് ലെറ്റ് us say y = 0 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ y-നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് -y അല്ലേ? -y കറക്റ്റ്. അപ്പൊ എനിക്കറിയാം ഈ y എന്ന് പറയുന്നത് നാച്ചുറലി ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കണ്ടേ, e⁻mx പോലത്തെ സംഭവം ആയിരിക്കണ്ടേ. അതിനെ രണ്ടു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക വെച്ചാൽ m²×e⁻mx വരും. പിന്നെ ഒരു വട്ടം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ m×e⁻mx അല്ല സോറി, ഈ dy/dx ടേം ഇങ്ങനെയാ വരാം. d²/dx ടേം m²e⁻mx വരും. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ -e⁻mx എന്ന് എഴുതാം. ശരിയല്ലേ? ഇതിന്റെ അകത്തുനിന്ന് എപ്പോഴും നമുക്ക് എന്താന്ന് വെച്ചാൽ e⁻mx അങ്ങ് പരസ്പരം എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇങ്ങനെയാവുമ്പോൾ എനിക്ക് m² പ്ലസ് -1 ഇപ്പുറത്തേക്ക് എടുത്താൽ +1 = 0 എന്ന് എഴുതാൻ പറ്റും. ഈ m കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ സൊല്യൂഷൻ ആയല്ലോ. കറക്റ്റ്. കാരണം നമുക്കറിയാം e⁻mx ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ എഴുതാൻ തുടങ്ങിയത്. അപ്പൊ what I need is which all values of m will satisfy this equation. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, എന്തുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ AE മോനുകൃഷ്ണ AE എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതല്ലേ ഇതിന്? അതന്നെ, ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷനിലോട്ട് എങ്ങനെ എത്തുന്നു ഈ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്ത് എക്സ്പോണന്റിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ സൊല്യൂഷൻ ആവണമെന്നുള്ള നമ്മൾ അത് പഠിക്കുന്നുണ്ടാവും ബുക്കിൽ. ബട്ട് എപ്പോഴും ഈ എക്സ്പോണൻഷ്യന്റെ പ്രാധാന്യം അങ്ങനെ പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എങ്ങനെ സൊല്യൂഷനിൽ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ആയി എന്നർത്ഥം. കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ ആയി. കാരണം ഈ ഇക്വേഷന്റെ റൂട്ട്സ് പവറിൽ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഇനി ഞാൻ ജസ്റ്റ് കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, സപ്പോസ് ഈ സ്ലൈഡ് നിങ്ങൾ ഇതിൽ ഞാൻ ഇതിന്റെ ഒരു എസെൻസ് എങ്ങനെയാണ് ഇത് വന്നതെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. ഇതിപ്പോ ചെറുതായിട്ട് കൺഫ്യൂസിംഗ് ആയി തോന്നുന്നെങ്കിൽ പേടിക്കേണ്ട. അടുത്ത കാര്യം വളരെ സിമ്പിൾ ആണ്. സപ്പോസ് ഐ ഹാവ് d²y/dx², ഓക്കെ, പ്ലസ് 3×dy/dx, ഓക്കെ, പ്ലസ് ലെറ്റ് us say 2×y = 0. ഈ 0 ഉള്ള ഭാഗം മാത്രമേ എടുക്കണം. അതായത് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഓൺലി ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ്, പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻസ് മാത്രം കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ജസ്റ്റ് ടേക്ക് ഔട്ട് y and assume d/dx is actually capital D and d²/dx² is actually capital D². കാരണം ഈ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ റൂട്ട് ഒരു വട്ടം പുറത്തേക്ക് വരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ can I write this as d² plus 3d plus 2×y = 0 എന്ന് എഴുതാം. ഇതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിനും y ഞാൻ പുറത്തേക്ക് എടുത്തു. ഈ d²/dx² എന്ന് പറയുന്ന ടേമിനെ ഞാൻ ക്യാപിറ്റൽ D² എന്ന് എഴുതി. d/dx എന്ന് പറയുന്ന ടേമിനെ ഞാൻ ക്യാപിറ്റൽ D എന്ന് എഴുതി. പിന്നെ കോൺസ്റ്റൻസ് ഒക്കെ അതുപോലെ ഇട്ടു. ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? റൈറ്റ്. ദിസ് ഇസ് ആക്ച്വലി വെരി സിമ്പിൾ. റൈറ്റ്. ഇത് ഓക്കെ ആണെങ്കിൽ നൗ നെക്സ്റ്റ് ഇഫ് യു ഹാവ് ടു ടേംസ് ടു ബി 0, നമുക്കറിയാം ദിസ് ഹാസ് ടു ബി 0. y = 0 is not acceptable for me because y is my solution. y 0 ആവാൻ പാടില്ല എനിക്ക്. y 0 ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ y 0 എന്ന് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ചൂസ് ദിസ് ഇക്വേഷൻ ടു ബി 0. d² plus 3d plus 2 = 0 എന്ന് എടുക്കാം അല്ലെ? d² plus 3d plus 2 = 0 എന്ന് എടുക്കാം. നാച്ചുറലി യു ക്യാൻ ഓൾവേസ് റൈറ്റ് ഇറ്റ് ആസ് d plus 2 into d plus 1 = 0 ബിക്കോസ് ഇത് ഒന്നുമില്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടെത്തുന്നു, അത്രേ ഉള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടെത്താനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. d is equal to -3 plus or minus root of b² minus 4ac അല്ലെ? സോ 9 minus 8/2. അത് നമ്മളിവിടെ എളുപ്പം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടുന്ന നമ്പർ എടുത്തുന്നുള്ളൂ. സോ വാട്ട് ആർ ദ റൂട്ട്സ്? d is equal to -2 and d is equal to -1. ശരിയല്ലേ?
ഇപ്പൊ രണ്ട് റൂട്ട് നമുക്ക് കിട്ടി. രണ്ട് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ വളരെ എളുപ്പം എഴുതാം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇ ടു ദ പവർ ഫസ്റ്റ് റൂട്ട്. This is identified as a first root. Okay, this is identified as the first root. So this is r1 and this is r2. Okay, so this is second root. E to the power r1 into t. T അല്ല, x അല്ലേ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ. t ആണെങ്കിൽ t എടുക്കുക, x ആണെങ്കിൽ x എടുക്കുക. Okay, e to the power r1 into x plus c2 e to the power r2 into x. Okay ആണോ? അപ്പോൾ ആക്ച്വലി r1 r2 നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ കറക്റ്റ് എഴുതാം. y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു c1 e to the power minus 2x plus c2 e to the power minus x. ഇതാണ് അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. Is this problem clear? ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ എഴുതുക. ഇനി ഈ റൂട്ട്സ് എങ്ങനെയൊക്കെ വരാം, എങ്ങനെയൊക്കെ റൂട്ട്സ് വന്നാൽ എങ്ങനെയൊക്കെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതണം എന്നുള്ളത് മാത്രമാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നാച്ചുറൽ റെസ്പോൺസ് പറഞ്ഞാൽ അതിനകത്തൊരു എനർജി ഉണ്ടെങ്കിൽ ആ എനർജി എങ്ങനെയായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് മോഡിലായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ്. സോ ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ഹൗ ദിസ് പ്രോബ്ലം ഇസ് സോൾവ്ഡ്? Can you say yes if all of you are clear? Yeah, I think most of you. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്തതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Any of you do have any doubts in this particular problem? No, everything is clear, right? So can I move forward? Now next is where we need the application. ഏതിന്റെയാണ് ശ്രീകാന്ത്? application of ഇതാണോ പറയണത്? application of application ഉദ്ദേശിച്ചത് ഈ ഒരു സാധനം ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നതാണോ പറയണത്? ഓക്കെ, ഐ ഗീവ് ദ ആപ്ലിക്കേഷൻ. നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എം ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ ടൈംസ് വൈ ഈക്വൽ ടു 0 ഇതായിരുന്നില്ലേ? സോ ഐ പുട്ട് എം ഈസ് ഈക്വൽ ടു 1 ആൻഡ് കെ ഈക്വൽ ടു 5. If I put m equal to 1, m equal to 1 and k equal to 5, k equal to 5 and k equal to 4. So you have the equation down to d square y by dx square plus 4 times y equal to 0. So if I take out y, this becomes d square plus 4 is equal to 0. Sir, dt. Sorry, dt. d by dx ശീലായി പോയതാണ്. Okay, I'm sorry. This dt square term. dt square, okay, dt square equal to 0. So what I have is d square plus 4 equal to 0. All of you know the solution. D square equal to minus 4. It implies d is equal to plus or minus 2j. 2j അല്ലെങ്കിൽ 2i. 2i നിർത്തോളൂ, അല്ലെങ്കിൽ 2j നിർത്തോളൂ. Both are complex number. അതാണ് ഉദ്ദേശിച്ചത് 2i. Now ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു റൈറ്റ് ദ സൊല്യൂഷൻ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു റൈറ്റ് ദ സൊല്യൂഷൻ? അപ്പോൾ അതിന് നമുക്ക് ഇതിപ്പോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു റൈറ്റ് ദ സൊല്യൂഷൻ? യു നോ ദ എക്സ്പോണന്റിന്റെ പവറിലേക്കാണ് ഇത് എപ്പോഴും എടുക്കേണ്ടത്. ഇ ടു ദ പവറിലേക്ക് എടുക്കേണ്ടത്. ഇ ടു ദ പവറിൽ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് സൈൻ വേവ്. ഈ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫേസേഴ്സിന്റെ റൊട്ടേഷൻ ആണ് ശരിക്കും. ഓക്കെ, ഈ റൊട്ടേഷനും ഇമാജിനറി നമ്പറും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ഓഫ് നമ്പേഴ്സ്, റൈറ്റ്? സോ ഇങ്ങനെ ഒരു രണ്ട് വാല്യൂസ്, ഇമാജിനറി വാല്യൂസ് എപ്പോഴെങ്കിലും ഇതിന്റെ റൂട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു ഓസിലേറ്റ്. ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു ഓസിലേറ്റ്. ഓസിലേഷൻസ് ഉണ്ടാവും. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻസ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സ്പ്രിംഗിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കാനുള്ളത്. സ്പ്രിംഗ് വിൽ ഓസിലേറ്റ് ഇഫ് ദർ ഇസ് നോ എഫ്, റൈറ്റ്? സോ ഇനി ഇതിന്റെ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വരിക വെച്ചാൽ ഇറ്റ് വിൽ ബി ആക്ച്വലി a cos 2t പ്ലസ് b sin 2t. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദിക്കാം നാച്ചുറലി ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ മാസ്
ഇങ്ങനെ അറ്റ് റെസ്റ്റ് ആണെങ്കിൽ, ഓസിലേഷൻ തീർന്നിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ഇത് തന്നെയാണോ സൊല്യൂഷൻ എന്ന്. അപ്പൊ നാച്ചുറലി എന്താ സംഭവിക്കുക വെച്ചാൽ A=0, B=0 വരും, അത്രേ ഉള്ളൂ. ഈ അൺഡാംഡ് സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്, അൺഡാംഡ് സിസ്റ്റം ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് A=0 B=0 വരും, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്തും ഇതിൽ ഓസിലേഷൻ ഉണ്ടാവാം. ഇനീഷ്യലി ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ ആ ഓസിലേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇനി അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ കം ടു എൻ റെസ്റ്റ്. If it comes to rest, it means if undamped കേസിൽ ഇവിടെ ആണെങ്കിൽ ഇതില്ല കേട്ടോ, it will not come to rest. റെസ്റ്റിലായിരുന്നെങ്കിൽ, ഇനീഷ്യലി റെസ്റ്റിലായിരുന്നെങ്കിൽ എയും ബിയും 0 ആണ്. ഇനീഷ്യലി റെസ്റ്റിലല്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ എയർ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കാത്തത് കൊണ്ട് there is no term with dy/dx here. Okay, dy/dx ഉള്ള ടേം ഇവിടെ ഇല്ല. ഓക്കെ, dy/dx ഉള്ള ടേം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് it will never end, it will continue to oscillate throughout. ഓക്കെ, അപ്പൊ അതിന്റെ വിശദമായിട്ട് ഞാൻ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ റൂട്ട്സ് വരുന്ന ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് റെസ്പോൺസ് എങ്ങനെയാണെന്ന് പ്ലോട്ട് ചെയ്ത് തരാം. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് വരച്ചു തരാം. അപ്പൊ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. സോ യു ഗോട്ട് എൻ ഐഡിയ, റൈറ്റ് ശ്രീകാന്ത്? ഇനി അതർ ഈ ആപ്ലിക്കേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചെയ്തതില്? യെസ് സർ. ഓക്കെ, so now we are going to discuss what is going to be the response nature for different kind of roots. Okay, so I have a differential equation d square, let us say d raised to nth order, d raised to അല്ലെങ്കിൽ d square എടുത്തോളൂ, കാരണം നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഹയർ ഓർഡർ സിസ്റ്റം നോക്കാം. ഓക്കെ, d²y/dx² പ്ലസ് ലെറ്റ് us say another constant a times dy/dx പ്ലസ് ലെറ്റ് us say b times y equal to 0. അതായത് ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത ഒരു സിസ്റ്റം ആണ്. അതിന്റെ ഇനീഷ്യൽ എനർജി ലെവൽസ് എനിക്ക് അറിയില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ റൂട്ട്സ് കോംപ്ലക്സ് പ്ലെയിനിലായിരിക്കും വരിക, അല്ലെ? ഇതിന്റെ റൂട്ട്സ് കോംപ്ലക്സ് പ്ലെയിനിലായിരിക്കും വരിക. So this is real axis, okay? This is real axis and this is imaginary axis. Okay. Now, roots, suppose the roots are distinct. Suppose the roots are distinct. Distinct ennu parnja endha artham? Real and distinct. Real and distinct roots. Real and distinct roots. Means you have the roots given by R1 and R2 where R1 is not equal to R2. Adana distinct roots nu parnja. Okay, so I have the distinct roots located here as, so this is R1, so minus value, this is R2 minus value, it's a minus value. Okay, negative values ആണ് R1 R2 എന്ന് പറയുന്നത്. let's say R1 equal to -2 അങ്ങനെ ഇടാം. R1 equal to -2, R2 equal to -3. അങ്ങനെയുള്ള രണ്ട് റൂട്ടാന്ന് വിചാരിച്ചോളൂ. ഈ നെഗറ്റീവ് റൂട്ട്സ് വരികയാണെങ്കിൽ യു മസ്റ്റ് ഇമാജിൻ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ടൈം ഡൊമൈൻ. അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, യു വിൽ ഹാവ് എ ബ്രോഡ് പിക്ചർ. നെഗറ്റീവ് സൈഡിലാണ് റൂട്ട് എന്നുണ്ടെങ്കിൽ യുവർ സൊല്യൂഷൻ ഈസ് ഗോയിങ് ടു ബി e⁻. എന്താ സൊല്യൂഷൻ വരിക? അതിന്റെ റൂട്ട്സ് ഇവിടെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ വരിക? e⁻−2t അല്ലെ ഒരു സൊല്യൂഷൻ, പിന്നെ e⁻−3t അടുത്ത സൊല്യൂഷൻ. ഇനി ഞാൻ t=0 തൊട്ടാണ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ദിസ് ഇസ് ടൈം ആക്സിസ് ട്ടോ. അങ്ങനെയാണെങ്കിൽ യുവർ റെസ്പോൺസ് ഇസ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഡീകേ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, പിന്നെ ഇങ്ങനെ ഡീകേ ചെയ്യുന്ന ഫാസ്റ്റ് ആയിട്ട്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഡീകേ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ. ഇത് സ്ലോ, ദിസ് ഇസ് e⁻−2t ആൻഡ് ദിസ് ഇസ് e⁻−3t. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഡീകേ ചെയ്യുന്നു, ഒന്ന് സ്ലോ ആയിട്ട് ഡീകേ ചെയ്യുന്നു. അപ്പൊ ഈ റൂട്ട് ഈ പോയിന്റിൽ നിന്ന് ദൂരേക്ക് പോകും തോറും when it moves further away from this origin, the decay will be faster. Right? ഇവിടെ ഒരു -4 റൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈവൻ ഫാസ്റ്റർ. ഇങ്ങനെയാണ് സംഭവിക്കുക. കറക്റ്റ്? ദിസ് ഇസ് ഗോയിങ് ടു ബി ദ നേച്ചർ ഓഫ് ദ റെസ്പോൺസ് കറസ്പോണ്ടിങ് ടു റൂട്ട്സ് വിച്ച് ആർ occurring on the negative side of real axis. Okay, now if I have roots which are occurring on the positive side of real axis, ഇവിടെ ഒരു റൂട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. let us say another system which is, I'll take the system to be d²y/dx², let us say b times dy/dx plus c times y equal to 0. അതിന്റെ റൂട്ട്സ്, ഈ സിസ്റ്റത്തിന്റെ റൂട്ട്സ്, ഇതിന്റെ റൂട്ട്സ് ആണ് ഇവിടെ ഞാൻ വരച്ചത്. ഈ സിസ്റ്റത്തിന്റെ റൂട്ട്സ് സപ്പോസ് it happens to be on the right side.
ഇവിടെ R1, ഇവിടെ R2. Okay, R1 equal to 1 and R2 equal to 2. അങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. Right? അപ്പോൾ അതിന്റെ ആൻസർ എന്താ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ y is going to be a constant c1 into e to the power t 1 into t, okay, plus c2 into e to the power 2t. ഇതെങ്ങനെയായിരിക്കും ഈ റെസ്പോൺസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? ഹൗ ഡു യു എക്സ്പെക്ട് ദിസ് റെസ്പോൺസ് ടു ബി? ഒന്ന് എക്സ്പോണൻഷ്യലി ഇ ടു ദ പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആണെങ്കിൽ മറ്റേത് എക്സ്പോണൻഷ്യലി എന്തായിരിക്കും? റൈസിങ് ആയിരിക്കും. കറക്റ്റ്? സോ ദിസ് ഫംഗ്ഷൻ ഇഫ് ഐ വാണ്ട് ടു പ്ലോട്ട് it will be something like this. ഇങ്ങനെ മേലേക്ക് കയറി പോകും. Right? This one function rises at a rate of e to the power t. ഇതിന്റെ ഡബിൾ റേറ്റിൽ അടുത്തത് റൈസ് ചെയ്യും. അതിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് അടുത്ത് കയറി പോകും. So this is going to infinity from some particular point. At t equal to 0, let us say both are not starting, c1 start ചെയ്യും, അടുത്തത് c2 start ചെയ്യും. So it is going to be a rising function. Another one is decaying function. ഇതാണ് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വരുന്ന കേസിൽ സംഭവിക്കുക. ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് റിയൽ ആക്സിസിലാണോ പോസിറ്റീവ് റിയൽ ആക്സിസിലാണോ എന്നനുസരിച്ച് ഈ രണ്ട് ഡിഫറെന്റ് ക്ലാസ് ഓഫ് സൊല്യൂഷൻസ് ആണ് വരിക. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നോ? ഐ ഡോണ്ട് നോ. എല്ലാവർക്കും മനസ്സിലായിരുന്നു? ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ്? മോനു കൃഷ്ണ ഹാസ് റേസ്ഡ് എ ഹാൻഡ്. ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിച്ചോളൂ. അപ്പൊ നമുക്ക് സ്പീഡ് കൂടി. സാറേ, ഇവിടെ R1 R2 ഒരു കേസിൽ രണ്ടും പോസിറ്റീവ് ആവുന്നത്, ഒരു കേസിൽ രണ്ടും നെഗറ്റീവ് ആവുന്നതല്ലേ? അപ്പൊ ഇവിടെ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വരികയാണെങ്കിലോ? പറയാലോ, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഐ ഗിവ് യു യുവർ ആൻസർ ഫസ്റ്റ്, എന്നിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ബിഫോർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് നമുക്ക് ടൈം കിട്ടുന്ന അറിയില്ല കംപ്ലീറ്റ് ചെയ്യാൻ. നോക്കാം. Monu Krishna, your doubt is one of the roots is happen to be okay. You have a differential equation d square y by dx square plus, let us say, dy by dx, okay, and minus 6y equal to 0. ശരിയാണോ? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ഗോയിങ് ടു ബി ദ റൂട്ട്സ്? അതല്ലേ ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് ഡി സ്ക്വയർ പ്ലസ് ഡി മൈനസ് 6 ഈക്വൽ ടു 0. സോ വാട്ട് ആർ ദ റൂട്ട്സ് ഹിയർ? ഡി ഇസ് ഈക്വൽ ടു സം ചെയ്ത +1 മൾട്ടിപ്ലൈ ചെയ്ത -6. ഏതൊക്കെ നമ്പേഴ്സ്? സം ഇസ് ഈക്വൽ ടു +1, 3 and -2. റൈറ്റ്. -3 and 2 അല്ലല്ലോ, 3 and -2 അല്ലേ? Some, okay, so roots are, so this will be d plus 3 into d minus 2 equal to 0. ശരിയല്ലേ? So d is equal to -3 and d is equal to 2. രണ്ട് റൂട്ട്സ് -3 and 2 അല്ലേ വരിക? -3 and 2. Yeah, these are the roots. Okay, ഞാനൊരു എക്സാമ്പിൾ എടുത്താണ്. -3 is one root and +2 is another root. They are distinct roots. Okay, I know what will happen due to -3. c1 e to the power -3t. And I also know what is going to happen due to 2. That is going to be c2 e to the power 2t. Okay. So my response will be, time response will be, how do you expect the time response to be? E to the power -3t. That will come down sharply. It will reach 0 at time t equal to infinity. So it will start from c1 at t equal to 0. c1 ആയിരിക്കും. അടുത്തത് c2 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ അതർ റൂട്ട്, അതർ സൊല്യൂഷൻ. ഓക്കെ, ഒരു സൊല്യൂഷൻ മുകളിലേക്ക് പോവും, ഒരു സൊല്യൂഷൻ താഴേക്ക് വരും. സോ c2 e to the power 2t. This is c1 e to the power -2t, sorry, -3t, and the sum of this is going to be the total solution. Clear ആണോ മോനു കൃഷ്ണ? What happens if you have roots on both sides of imaginary axis? Yes, okay, right. ഒരു മിനിറ്റ്, ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. I don't know how many we can solve. Okay, ഈ സ്ലൈഡിലായിരുന്നു നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. We have not completed the concepts yet. കുറച്ചധികം പറയാനുണ്ട് ഇതിനകത്ത്. So until this point everyone is clear? Until this point everyone is clear? Yeah, it's clear to all of you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ബിക്കോസ് ദിസ് ഇസ് ദ കോർ കോൺസെപ്റ്റ്സ് വിച്ച് യു നീഡ് ഇൻ മോസ്റ്റ് ഓഫ് യുവർ സബ്ജക്ട്സ്. ഇതായിരിക്കും കൂടുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടെയൊക്കെ അപ്ലൈ ഉണ്ടോ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം. ഈ ടൈം റെസ്പോൺസ് എങ്ങനെ വരുന്നു, ടൈമിൽ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് യൂസ് ചെയ്യുക. അപ്പൊ ഈ റൂട്ട്സ് എവിടെ കിടക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ടൈം റെസ്പോൺസ് ഇരിക്കുന്നത്. ആ നേച്ചർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യാ, എനി അതർ ഡൗട്ട്സ്? സർ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ആ രണ്ട് റൂട്ടും നെഗറ്റീവ് ആവണ കേസില് അത് സ്റ്റാർട്ട് ചെയ്യണത് 2 പോയിന്റിൽ നിന്നല്ലേ? അതെ, ഞാൻ ഒരു പോയിന്റ് കാണിച്ചു എന്നുള്ളൂ, അത് വെറുതെ കാണിച്ചു എന്നുള്ളൂ. ദിസ് ഇസ് ഐ മീൻ ഇവിടെ ഞാൻ ഈ വാല്യൂസ് ഒന്നും ഇട്ടില്ലല്ലോ. ദിസ് ഇസ് C1, ദിസ് ഇസ് C2. സോ 1 വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം C1, another will be starting from C2. ഇത് ഞാൻ രണ്ടും 1 ആയതുകൊണ്ട് 1 ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇൻ ജനറൽ ഇറ്റ് വിൽ ഡിപ്പെൻഡ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇനീഷ്യലി നമുക്കത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. എവിടെ നിന്നാണ് ആ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇനീഷ്യൽ കണ്ടീഷൻ. എന്താണോ നിങ്ങൾക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ആയി തന്നിരിക്കുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ആക്ച്വലി. ഓക്കെ, thank you, sir. Right. Yeah. So I think everything is clear from this slide. Right? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഈ ബാക്കി സൊല്യൂഷൻസ് വരുന്ന കേസും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഈ 4 ക്ലാസ് ആണ് നമ്മൾ, അതായത് റിയൽ റൂട്ട്സ് വരുന്ന കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി റിയൽ റൂട്ട്സിൽ തന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഞാനത് ആക്ച്വലി ഐ വിൽ കവർ അപ്പ് that also before. ഇത് മോനുകൃഷ്ണനോട് പറഞ്ഞ ഡൗട്ടാണ്. അടുത്തത് നമുക്ക് സപ്പോസ് ഇഫ് ഐ ഹാവ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ടു ബി, റൂട്ട്സ് എന്ന് പറയുന്നത് സപ്പോസ് ഐ ഹാവ് റിപ്പീറ്റഡ് റൂട്ട്സ്. റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഒരു റിപ്പീറ്റഡ് റൂട്ട്സിന് ഒരു എക്സാമ്പിൾ എഴുതാം. സപ്പോസ് d²y/dx², ഓക്കെ, പ്ലസ് 2 × dy/dx, ഓക്കെ, പ്ലസ് y = 0. Okay, you know how where the roots will be. Roots എവിടെയാണെന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? What are the roots? കണ്ടുപിടിക്കൂ. Roots are it's going to be -1 -1 അല്ലേ? സെയിം റൂട്ട് റിപ്പീറ്റ് ചെയ്യാണ്. സോ സെയിം റൂട്ട് റിപ്പീറ്റ് ചെയ്യാണ്. Yeah, -1 -1. So I'll have d² plus 2d plus 1 into y = 0. You will have d plus 1 whole square = 0. d ² plus 2d, but d is equal to -1, d is equal to -1. Both roots happen to be at the same point. Both roots happen to be at the same time. See, if you have learned about linear algebra, അതിൽ നമ്മൾ ഒരു ഐഗൻ വാല്യൂ എന്ന് പറയുന്ന സംഭവം പഠിക്കും. ഈ റൂട്ട്സ് എന്ന് പറയുന്ന ഐഗൻ വാല്യൂസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഐ കണക്ട് ഇറ്റ് വെൻ വി ടേക്ക് ലീനിയർ ആൾജിബ്ര. എന്താണ് ഈ റൂട്ട്സും ഐഗൻ വാല്യൂസും തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞുതരാം. ദീസ് ആർ ആക്ച്വലി ഐഗൻ വാല്യൂസ് ഓൺലി. ഓക്കെ, സോ ദിസ് ഇസ് -1 ഫസ്റ്റ് റൂട്ട്. സെക്കൻഡ് റൂട്ട് ഓൾസോ ഈസ് അറ്റ് -1. രണ്ട് റൂട്ടും -1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുക? അതായത് രണ്ട് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 സൊല്യൂഷൻ വേണം, അത് നിർബന്ധമായിട്ടും വേണം. പക്ഷെ എനിക്കറിയാം C1 e⁻t ഒരു സൊല്യൂഷൻ എഴുതിയ പ്ലസ് C2 e⁻t വീണ്ടും ഒരു സൊല്യൂഷൻ എഴുതുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി C1 + C2 × e⁻t അല്ലേ? അപ്പൊ ഈ C1 + C2 എന്ന് പറഞ്ഞ കോൺസ്റ്റൻസ് ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് C3 e⁻t. അങ്ങനെ പറ്റില്ലല്ലോ. രണ്ടാമത്തെ സൊല്യൂഷൻ എവിടെ പോകും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ റൂട്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ആക്ച്വലി എന്താണ് ഫിസിക്കൽ ഫിനോമിനൻ എന്നുള്ളത് ഞാൻ പർട്ടിക്കുലർ ഇന്റഗ്രലും കൂടെ എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇറ്റ്സ് ആക്ച്വലി റെസൊണൻസ്. റെസൊണൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിപ്പീറ്റഡ് റൂട്ട്സ് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു റെസൊണൻസ് ഇൻ ഫിസിക്സ്. റെസൊണൻസ് ഒക്കർ ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ എപ്പോഴും y = C1 e⁻ first root. Okay, if that root is repeated, I have to write C2 × t times e⁻t. If it is x ആണെങ്കിൽ C1 e⁻x -x. മോനു കൃഷ്ണ, I know you mentioned it as x ന് പകരം t ആണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? നമ്മളിവിടെ t ഓക്കെ, ഇവിടെ t അല്ല നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, x ആണെങ്കിൽ x ന്റെ ടേംസിൽ, ഓർ
if this is x, then c1 e to the power minus x plus c2 into x e to the power minus x. dy by dt ആണെങ്കിൽ ഇതും dy by dx ആണെങ്കിൽ ഇത് whatever it is നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയില്ലേ? c1 e to the power minus x plus c2 into x e to the power minus x എന്നാണ് എഴുതാൻ പാടുള്ളൂ. Now these are linearly independent. അല്ലെങ്കിൽ ഇതും ഇതും see if there is no t, if there is no x, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റൂട്ടും ആക്ച്വലി ലീനിയർലി ഡിപ്പെൻഡന്റ് ആയി പോകും. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ പുതിയൊരു ഫംഗ്ഷൻ ഒന്നും കിട്ടില്ല. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ ഒരൊറ്റ ഡയറക്ഷനേ കിട്ടുള്ളൂ. ബട്ട് ഇവിടെ ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് കറക്റ്റ് ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് ദ റൂട്ട്. ഓക്കെ, സോ വെൻ എവർ ദർ ഇസ് റിപ്പീറ്റഡ് റൂട്ട്സ്, ഇനി 3 റൂട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? I'll take another case. Suppose I have d cube y by dt cube, okay, plus 3 into d square y by dt square plus 3 into dy by dt plus y equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചോളൂ. വാട്ട് ആർ ഗോയിങ് ടു ബി ദ റൂട്ട്സ്? ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പൊ 3 റൂട്ട്സ് ഉണ്ടാവും അല്ലെ? ക്യൂബിക് ഇക്വേഷൻ എപ്പോഴും 3 റൂട്ട്സ് ഉണ്ടാവും. വാട്ട് ആർ ഗോയിങ് ടു ബി ദ റൂട്ട്സ്? എന്തായിരിക്കും റൂട്ട്സ്? Yes, this is actually d cube plus 3d square plus 3d plus 1, correct? D plus 3 whole cube alle idu. Oh, sorry, I made a mistake. I think this has to be 9. Sorry, alle this has to be 9. ഇത് 9 ആവണ്ടേ? എന്നാലേ ശരിയാവുള്ളൂ. d square sorry, this is 9. Sorry, this is 9. ഇല്ല കറക്റ്റ് തന്നെയാണ്, ശരിയാ, 3 തന്നെയാ വരുള്ളൂ, തെറ്റിപ്പോയിട്ടില്ല. ഓക്കെ, ഐ എം സോറി. 3d കറക്റ്റ്. ഇത് തന്നെ d ക്യൂബ് പ്ലസ് 3d സ്ക്വയർ പ്ലസ് 3d പ്ലസ് 1. ഇതിന്റെ റൂട്ട്സ് ഏതൊക്കെയാ വരാ? You have only one root. This is actually d plus 1 whole cube. അല്ലെ? d plus 1 whole cube എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമുക്ക് d cube plus 3 times d square plus 3 times d plus 1 എന്നാ വരിക അല്ലെ? So all the roots are going to lie in the same point, which is -1. So I have now 3 roots lying on the same point. ഈ പോയിന്റിൽ എനിക്ക് മൂന്നാമതൊരു റൂട്ടും കൂടെ കിട്ടി. So 3 roots, -1, -1, -1. So how do you write the solution? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ എഴുതാം? ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ആദ്യത്തെ റൂട്ടിനെ പിടിച്ച് നമുക്ക് സിംപ്ലി c1 e to the power minus t എന്ന് എഴുതാം, റൈറ്റ്? രണ്ടാമത്തെ റൂട്ടിനെ c2 into t e to the power minus t എന്ന് എഴുതാം. ഇനിയും ഒരേ റൂട്ട് അവിടെ തന്നെ വരികയാണെങ്കിൽ നത്തിങ്, വേറെ ഒന്നും നോക്കാനില്ല. c3 into നമ്മൾ വീണ്ടും കൂട്ടും t square e to the power minus t. അത്രേ ഉള്ളൂ. യാ, Anusha Totingal has come up with the answer. C1, t or x, it depends. ഞാൻ ടിയും എക്സും അല്ലാതെ കൺഫ്യൂസിങ് ഒന്നുമില്ല, കാരണം കൂടുതൽ ഫംഗ്ഷൻസും ടൈമിലായിരിക്കും, അതുകൊണ്ടാണ് ടി എടുക്കുന്നത്. c1 e to the power x, c2 x, c3 x square, കറക്റ്റ്, അത്രേ ഉള്ളൂ. c1 e to the power minus t, c2 into t e to the power minus t, or c3 into t square e to the power minus t. 3 roots happen to be at the same point. So the repeated roots വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ സൊല്യൂഷൻ എഴുതുന്നത് എല്ലാവർക്കും ക്ലിയർ ആണോ? റിപ്പീറ്റഡ്